സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിൽ രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി വനിതാ ഉദ്യോഗസ്ഥയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള പ്രതിയുടെ സംഭാഷണം പുറത്തുവന്നു. പ്രതിയായ സുഗന്ധഗിരി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാർ പരാതിക്കാരിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. പരാതിയിൽ നിന്ന് പിന്മാറാൻ രതീഷ് കുമാർ യുവതിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് സംഭാഷണത്തിലുള്ളത്. പീഡനശ്രമ കേസിൽ ശബ്ദരേഖ പുറത്തായതോടെ കേസിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രതീഷ് കുമാറിന് കുരുക്ക് മുറുകുകയാണ്. ശബ്ദരേഖയിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും സാറന്മാർ അറിഞ്ഞാൽ പണിയാകുമെന്നും ഇയാൾ പറയുന്നുണ്ട്. താനപ്പോൾ റൂമിലേക്ക് വരരുതായിരുന്നുവെന്നും അവിടെ വന്നിരുന്നതാണ് തനിക്ക് തെറ്റുപറ്റിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും രതീഷ് കുമാർ ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. താനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാനും ഇയാൾ വനിതാ ഓഫീസറോട് പറയുന്നുണ്ട്. താൻ കാലു പിടിക്കാമെന്നും ഇതെങ്ങനെയെങ്കിലും തീർപ്പാക്കണമെന്നും നാറ്റിക്കരുതെന്നും സെക്ഷൻ ഓഫീസർ ശബ്ദരേഖയിൽ ആവശ്യപ്പെടുന്നുണ്ട്. കാലുപിടിക്കാൻ തയ്യാറാണെന്നും രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ലെന്നും ഇയാൾ വനിതാ ഓഫീസറോട് പറയുന്നതായി ശബ്ദരേഖയിലുണ്ട്. കേസിന് പോകാതിരുന്നാൽ എന്ത് ചെയ്യാനും തയ്യാറാണെന്നും രതീഷ് കുമാർ സംഭാഷണത്തിനിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പണം വാഗ്ദാനം ചെയ്യുന്ന പ്രതിയോട് തനിക്ക് നേരിട്ട അപമാനത്തിന് ആര് മറുപടി പറയുമെന്ന് ജീവനക്കാരി തിരിച്ചു ചോദിക്കുന്നുണ്ട്. കേസിൽ പടിഞ്ഞാറത്തറ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് സംഭാഷണം പുറത്തുവന്നത്. കേസിൽ നിർണായക തെളിവായാണ് ഇതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി രാത്രി ഡ്യൂട്ടിക്കിടെ റൂമിൽ കയറി രതീഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞു പോയ രതീഷ് മടങ്ങിയെത്തിയാണ് പീഡനശ്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. പീഡനത്തെ ചെറുത്ത വനിതാ BFO പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു.